നമസ്കാരം, ABC ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ആത്മഹത്യയും നിരന്തര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്തയും. സംഭവം നടക്കുന്നത് അടിമാലി മാങ്കുളത്താണ്. സ്ത്രീധനത്തെ ചൊല്ലി ഇളയ മകളുടെ കാല് തല്ലിയൊടിച്ച ഒരച്ഛൻ. 38-കാരിയായ അമ്മ പ്രിയയ്ക്കും ഇവരുടെ 17ഉം 14ഉം വയസ്സുള്ള 2 പെൺമക്കൾക്കുമാണ് ക്രൂരമായ മർദ്ദനത്തിൽ പരിക്കേറ്റത്. മർദ്ദനത്തിൽ ഇളയ മകളായ സ്നേഹയുടെ കാലിന്റെ അസ്ഥിക്ക് പൊട്ടലേറ്റതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടു. കൂടാതെ കുട്ടിയുടെ മൂക്കിന്റെ പാലത്തിനും പരിക്കേറ്റതായി ഡോക്ടർമാർ പറഞ്ഞു. മൂത്ത മകളായ സോയയുടെ വയറ്റിൽ ചവിട്ടുകയും അത് ബ്ലീഡിങ്ങിന് കാരണമാവുകയും ചെയ്തെന്ന് അമ്മ പ്രിയ പറയുന്നു. എൻ്റെ മൂത്ത കൊച്ചിനെ വയറ്റിലിടിച്ച് ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്തു. എനിക്ക് മൂത്ത കൊച്ചിന് കോട്ടയം മെഡിക്കൽ കോളേജിലും ഇളയ കൊച്ചിനെ പൈനാമ മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. വീട്ടമ്മയായ പ്രിയയുടെ തലയ്ക്കും പല്ലുകൾക്കും ശരീരത്തിലുമാണ് പരിക്കേറ്റത്. ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വയറ്റിൽ ചവിട്ടുകൊണ്ട മൂത്ത മകളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അത് വന്ന ശേഷം എൻ്റെ മൊഴി ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ പപ്പേൻ്റെ വീട്ടിലാണ് എൻ്റെ പഠിക്കുന്ന പുസ്തകങ്ങൾ വരെയും അത് എടുക്കാനോ ഒന്നിനും സാധിച്ചിട്ടില്ല. പരീക്ഷ 2-3 കഴിഞ്ഞു. എന്നിട്ട് പോലും വീട്ടിൽ കയറാനും ഒന്നിനും പറ്റുന്നില്ല. ഞങ്ങൾക്ക് എൻ്റെ മൊഴി പോലും എടുത്തിട്ടില്ല അവര്. പ്രിയയുടെ ഭർത്താവായ സോജി, ഭർത്തൃപിതാവ് ജോയി, ഭർത്തൃമാതാവ്, സഹോദരി, ഇവരുടെ മക്കളും എല്ലാം സംഘം ചേർന്നാണ് ഇവരെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് മാങ്കുളത്ത് നിന്നും പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശിച്ചത്. അതിനുശേഷം പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ 12-നാണ് സംഭവം നടക്കുന്നത്. തുടർന്ന് 15-ന് SP-ക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചിട്ട് പോലീസിന്റെ സഹായത്തോടെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. പിറ്റേന്ന് ആശുപത്രിയിലെത്തിയ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വനിതാ ഓഫീസർ ഇളയ മകളുടെ മാത്രം മൊഴി രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പോലീസ് ഇവിടെ വന്നിരുന്നു. അരമണിക്കൂർ നേരം അവർ നിന്നുള്ളൂ ഇവിടെ. അത് കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തു. മൂത്ത മകളുടെ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. സംഭവത്തിൽ പോലീസിൽ നിന്നും ഇവർക്ക് ലഭിക്കേണ്ട നീതി ലഭിച്ചില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ദുർബലമായ വകുപ്പുകൾ മാത്രം ചേർത്ത് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായും പ്രിയയും ബന്ധുക്കളും ആരോപിച്ചു. ഇതിനിടെ ചൈൽഡ് ലൈൻ പ്രവർത്തകരും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിൽ നിന്നും പ്രിയയുടെയും സോജിയുടെയും പേരിൽ ലഭിച്ച വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. നിരന്തരമായ വഴക്കിനെ തുടർന്ന് ഏതാനും വർഷം മുൻപ് പ്രിയയും മക്കളും സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭർത്താവും മാതാവും വീട്ടിലെത്തി ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറഞ്ഞ് തിരികെ കൊണ്ടുവരികയായിരുന്നു. എന്നാൽ സ്ത്രീധനം കുറഞ്ഞു പോയതിനാൽ തോട്ടത്തിൽ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന പണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. സംഭവം കുടുംബ പ്രശ്നമായതിനാൽ രമ്യതയ്ക്ക് സാധ്യതയുണ്ടെന്ന് കരുതിയാണ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയത് എന്ന് മൂന്നാർ പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് മർദ്ദിക്കൽ, തടഞ്ഞുവെക്കൽ, ആയുധമില്ലാതെ മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകളും ബാലാവകാശ നിയമവും ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറയുന്നു. സംഭവത്തിൽ നീതി ലഭിക്കുന്നതുവരെയും പോരാടുമെന്നും ഉന്നത കേന്ദ്രങ്ങളിൽ പരാതി നൽകുമെന്നും പ്രിയയും മക്കളും പറയുന്നു. ഞാനിടയ്ക്ക് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കതക് പൂട്ടി ഉടനെ പോവുകയും ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലായി. 2 ദിവസമായി ഞങ്ങൾ ഈ വീട്ടിൽ തിണ്ണയിലാണ് കഴിയുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഇവിടെയാണ്. ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല. ഇന്ന് 5 പരീക്ഷ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു നീതി 1.5 മാസമായി ഇതുവരെയായിട്ട് ഒരു നീതി ലഭിച്ചിട്ടില്ല. ഞങ്ങൾ 2 ദിവസമായിട്ട് ഈ തിണ്ണയിലാണ് കിടക്കുന്നത്, രാത്രിയും പകലും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീതി ലഭിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.